പാലക്കാട് പട്ടാമ്പി വിളയൂരിൽ കാർ നിയന്ത്രണം വിട്ട് വീടിന്റെ മതിൽ ഇടിച്ച് അപകടമുണ്ടായി. അപകടത്തിൽ വീടിന്റെ മതിൽ ഭാഗികമായി തകർന്നുപോയി. അപകടത്തിൽപ്പെട്ട കാർ നിർത്താതെ പോവുകയും ചെയ്തു. കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഗോകുൽ VS ആണ് വിവരങ്ങളുമായി. ഗോകുൽ, കാണുമ്പോൾ തന്നെ ഞെട്ടുന്ന ദൃശ്യങ്ങൾ. മഴയത്ത് കാർ ഇത്രയും വേഗതയിൽ വന്ന് ഇങ്ങനെ സ്കിഡ് ചെയ്യുന്നു, അതിനുശേഷം ആ കാർ ഓടിച്ചു പോവുകയും ചെയ്യുന്നു. എപ്പോഴായിരുന്നു ഈ സംഭവം? ആരാണ് കാർ ഓടിച്ചത്? മറ്റു വിവരങ്ങൾ? ഇതാരാണ് കാർ ഓടിച്ചത്, ആരുടെ വണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. പട്ടാമ്പി വിളയൂരിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കാർ നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലിലേക്ക് ഇടിച്ച് നീങ്ങുന്നു നമുക്ക് കാണാം. ഇന്ന് കാലത്ത് ഏകദേശം ഒരു 9 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. പട്ടാമ്പി ഭാഗത്ത് നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിനുശേഷം നമുക്ക് ഈ കാർ പെട്ടെന്ന് തന്നെ വീണ്ടും തിരിച്ചു പോകുന്നത് കാണാം. ഒന്നും സംഭവിക്കാത്ത പോലെയാണ് ഈ ഇടിച്ചതിന് ശേഷം കാർ എടുത്ത് പോകുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാണ്. പിന്നീട് ഇത്ര വലിയൊരു കാർ തെറിച്ചു പോയി മതിലിടിച്ചു, പക്ഷേ ഇതൊന്നും അറിയാത്ത പോലെ തന്നെ പിന്നീട് കാർ എടുത്ത് നേരെ തന്നെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. കാർ അമിത വേഗതയിൽ ആയിരുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ പ്രദേശവാസികൾ പറയുന്നതും കാർ അമിത വേഗത്തിലായിരുന്നു എന്നുള്ളതാണ്. കൂടുതൽ ആ ഭാഗത്ത് ആ മതിലിന്റെ സമീപത്തായി ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി. ഗോകുൽ, ഈ പിന്നോട്ട് വന്നാണ് ഇങ്ങനെ അമിത വേഗതയിൽ ഇടിക്കുന്നത്. ഓടി വന്ന കാർ നിയന്ത്രണം വിട്ട് തിരിഞ്ഞ് പിന്നിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ CCTV ദൃശ്യവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകളും അവിടുത്തെ യാത്രക്കാർ, ഈ പോലീസിന് ലഭിച്ച വിവരങ്ങളെല്ലാം എന്താണ്? അതായത് വാഹനം പട്ടാമ്പി ഭാഗത്തേക്ക് പോകുമ്പോൾ അത് വാഹനം തെന്നി തിരിയുകയായിരുന്നു. അങ്ങനെ തെന്നി തിരിഞ്ഞാണ് ഇടിച്ചത്. നമ്മൾ ഈ കാണുമ്പോൾ ഈ ദൃശ്യങ്ങൾ CCTV കാണുമ്പോൾ റിവേഴ്സ് ഒന്ന് ഇടിക്കുന്നതിന് സമാനമാണെങ്കിലും ഈ അപകടം ഉണ്ടായത് വാഹനം നേരെ സഞ്ചരിക്കുന്നതിനിടയിൽ ഒരുപക്ഷെ ബ്രേക്ക് ചവിട്ടിയതോ മറ്റോ ആകണം, വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും വാഹനം തെന്നി നീങ്ങുകയുമാണ്. അങ്ങനെയാണ് ഈ വാഹനം ഇടിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ വാഹനം പറന്നു വന്നിടിക്കുന്ന പോലെയാണ്. എന്നിട്ട് ഒരു കൂസലുമില്ലാതെ അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. മറുഭാഗത്ത് ബൈക്ക് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും ആ വീടിന്റെ മതിലിന് സമീപത്തോ അല്ലെങ്കിൽ ആ ഓടയ്ക്ക് അവിടെ സമീപം ഒരു കാനയുണ്ട്, ആ കാനയുടെ സമീപത്തോ അല്ലെങ്കിൽ ഈ ബൈക്കുകളോ ഏതെങ്കിലും ഒന്ന് ആ അടുത്തുണ്ടായിരുന്നെങ്കിൽ, ഈ കാറിന്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവുക വലിയൊരു അപകടമായേനെ. പക്ഷേ ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. കാറിൽ ഈ വലിയ തകരാറുകൾ എന്തുകൊണ്ടോ സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ആ വാഹനം ഓടിച്ച ആൾക്ക് ആ വാഹനം എടുത്ത് പോകാൻ കഴിഞ്ഞത്. പോലീസ് ഏതായാലും അന്വേഷിച്ചു വരുന്നുണ്ട്. ഏതാണ് വാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു വരികയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് വാഹനം വന്ന് ഈ സമീപത്ത് ഇടിച്ച് പിന്നീട് ഇങ്ങോട്ട് തെറിച്ചു വീഴുകയാണ്, റോഡിന്റെ ഭാഗത്തേക്ക് തെറിച്ചു വീഴുകയാണ്. അപ്പോൾ അത്ര വേഗത്തിലുള്ള ഒരു ഇടിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഭാഗ്യം കൊണ്ട് ആർക്കും ഒരു പരിക്കില്ല. ഉള്ളിലുള്ളവർക്കോ അല്ലെങ്കിൽ പുറത്തുള്ളവർക്കോ ആർക്കും ഒരു പരിക്കുകളില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. വീണ്ടും മതിലിടിച്ചു, അതിനുശേഷം കാർ വീണ്ടും തിരികെ പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ ഞെട്ടിക്കുന്ന ദൃശ്യമാണത്. ഭാഗ്യം കൊണ്ട് ആർക്കും കാര്യമായ പരിക്ക് പറ്റിയില്ല. കാറിന് പുറത്തുണ്ടായിരുന്ന റോഡിലുണ്ടായിരുന്ന യാത്രക്കാർക്കാർക്കും പരിക്ക് പറ്റിയില്ല. കാറിലുള്ള ആളുകളുടെ സ്ഥിതി എന്താണ് എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. കാർ ഏതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു എന്നതാണ് ഗൂഗിൾ നൽകുന്ന വിവരം.